അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 77-ാം സങ്കീർത്തനമാണ്. ആസാഫാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ പാടി സ്തുതിക്കേണ്ടതിന് ദാവീദ് രാജാവ് ദൈവാലയത്തിൽ നിയമിച്ച 3 പ്രധാന സംഗീതജ്ഞരിൽ ഒരാളാണ് ആസാഫ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ താമസിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ഒരു പ്രതികരണമാണ് 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തോട് തന്നെ നിലവിളിക്കുമെന്നാണ് ഭക്തൻ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. മറുപടി വൈകിപ്പോയി എന്നതിനാൽ കർത്താവിനെ ഉപേക്ഷിച്ച് എങ്ങും പോവുകയില്ല എന്ന ധ്വനി 77-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വഴി അടഞ്ഞ ഒരു ജനതയെ കാണുവാൻ കഴിയും. മുന്നോട്ടോ പിന്നോട്ടോ ഇരുവശത്തേക്കുമോ പോകുവാൻ കഴിയാത്ത ഒരിടത്ത് ശത്രുക്കളാൽ വളയപ്പെടുമ്പോൾ ഇസ്രയേൽ മക്കളെപ്പോലെ നാം നിലവിളിച്ചാൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും നമുക്ക് രക്ഷ അയക്കുവാൻ യേശു ശക്തിയുള്ളവനാണ്. ദാഹം കൊണ്ട് തൻ്റെ കുഞ്ഞ് മരിക്കുവാൻ തുടങ്ങുമ്പോൾ അവനൊരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ട് തൻ്റെ മകൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച ഹാഗാറിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്താ, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിലും, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശിംശോൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട കാര്യങ്ങളിൽ നിന്നും ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങൾ: വഴിയില്ലാത്ത സ്ഥലത്ത് പുതുവഴി തുറക്കുവാനും, നീരുറവ കാണത്തക്കവണ്ണം കണ്ണു തുറക്കുവാനും, നീരുറവ ഇല്ലാത്ത സ്ഥലത്ത് നീരുറവ ഉണ്ടാക്കുവാനും ദൈവം ശക്തനാണ് എന്നതാണ്. നമ്മുടെ വശത്തു നിന്നും വേണ്ടുന്നതൊന്നും മാത്രം: ജീവനുള്ള സത്യദൈവത്തോട് നിലവിളിക്കുക എന്നതാണ് അത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാഗാർ നിലവിളിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കേട്ടു. എന്നാൽ ദൈവം കേട്ടത് ബാലൻ്റെ നിലവിളി ശബ്ദമാണ്. അത് നമ്മുടെ നിലവിളി ശബ്ദം ദൈവം കേൾക്കുവാൻ തക്കവണ്ണം നിർമ്മല ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് നാം തന്നെ ഉറപ്പ് വരുത്തണം. കാരണം ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ടുള്ള പ്രാർത്ഥനയും നിലവിളിയും ദൈവം കേൾക്കുകയില്ല എന്ന് ദാവീദ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ നമുക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനോട് നിലവിളിക്കാം. അവൻ നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുകയില്ല. കാരണം പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചുവെന്ന്. നമ്മുടെ നല്ല കാലത്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ കഷ്ടകാലത്ത് നാം ദൈവത്തെ അന്വേഷിക്കേണ്ടി വരും. പ്രതിസന്ധികളെല്ലാം തീർന്നുപോയി കഷ്ടത ദൈവം മറക്കി തൻ്റെ ശത്രുക്കളെയെല്ലാം ദൈവം തന്നെ നീക്കിക്കളഞ്ഞു. ശൗലൻ തൻ്റെ 2 പുത്രന്മാർ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി. എല്ലാം തനിക്ക് അനുകൂലം. ദൈവം തൻ്റെ സിംഹാസനം ഉറപ്പിച്ചുവെന്ന് ദാവീദിനും മനസ്സിലായി. അപ്പോൾ അവൻ്റെ കണ്ണുകൾ അബദ്ധസഞ്ചാരം നടത്തി. അവൻ്റെ കണ്ണുകളെ തൻ്റെ ഹൃദയം പിന്തുടർന്നു. ഒരു കൊലപാതകവും ഒരു വ്യഭിചാരവും ഉടനെ നടന്നു. 10 മാസം വേണം ഉദരത്തിലുള്ള കുഞ്ഞ് വളർച്ച പ്രാപിക്കുവാൻ. അത് പ്രസവിച്ചു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് ദാവീദിന് ന്യായവിധിയുടെ ദൂതുമായി ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചത് എന്നതിന് ബൈബിൾ സൈലൻ്റാണ്. കുറഞ്ഞതൊരു വർഷമെങ്കിലും ദാവീദ് ദൈവവുമായി ബന്ധമില്ലാതെ ജീവിച്ചുവെന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. കാരണം ദാവീദിൻ്റെ നല്ല കാലമായപ്പോൾ തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല എന്ന് ചിന്തിച്ചു. ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ പോലും ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിച്ചിരുന്ന ദാവീദ് കൊട്ടാരത്തിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ ദൈവത്തെ ഓർക്കാത്ത ഏകദേശം 12 മാസം
ഓർക്കുക, ദൈവം നമ്മുടെ കഷ്ടതയും വേദനകളും നിരാശയും മാറ്റിത്തരും നിശ്ചയം. എന്നാൽ നാം സന്തോഷം അനുഭവിക്കുന്ന വേളകളിൽ, സമാധാനത്തോടെ രോഗം മാറി ആശ്വസിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മുഖ്യ സന്തോഷത്തിൽ യേശുവിനെ പങ്കെടുപ്പിക്കാറുണ്ടോ? കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ എന്ന് നാം പറയാറുണ്ട്. നമ്മുടെ കഷ്ടകാലത്ത് ആരെങ്കിലും നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ യേശു അവരെ അയച്ചതുകൊണ്ടാണ് അവർ നമ്മെ സഹായിക്കുന്നത് എന്ന് നാം ഓർക്കണം. മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനും രോഗക്കിടക്ക മാറ്റിവരിക്കുന്നവനും ലോകവൈദ്യന്മാർ കൈവിട്ടുകൊണ്ട് മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് ആരെയെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ അറിയിച്ചു കൊള്ളുക എന്ന് വൈദ്യന്മാർ പറയുകയും ചെയ്യുന്ന സമയത്ത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവുണ്ടല്ലോ, അവനെ നാം ഒരിക്കലും മറക്കാതിരിക്കുക. അവൻ നമ്മെ ചുമക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കാമെന്ന്. ഞാനത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം, നരയ്ക്കുവോളമല്ല, നരച്ചാലും ചുമക്കാമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ സന്തോഷങ്ങളിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. നമ്മുടെ സന്തോഷങ്ങളിലെല്ലാം ദൈവത്തിനും സന്തോഷിക്കുവാൻ അവസരം കൊടുക്കുക എന്നതാണ്. യഹോവെങ്കിലും സന്തോഷമായിരിക്കട്ടെ നമ്മുടെ മുഖ്യ സന്തോഷവും ബലവും. എൻ്റെ വെള്ളം ആശ്വാസം നിരസിച്ചു എന്ന് 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നുവെന്ന് 77-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലും ഹൃദയത്തിൽ വിഷാദമുള്ള സമയങ്ങളിലും നാം ഇരുന്ന് അധികം ചിന്തിക്കരുത്. കാരണം നാം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കുകൾ നാമും പറയേണ്ടി വരും. തൻ്റെ വാക്കുകൾ 77-ാം സങ്കീർത്തനം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. കർത്താവ് തന്നെ തള്ളിക്കളഞ്ഞു. ദൈവം ഇനി ഒരിക്കലും തനിക്ക് അനുകൂലമാവുകയില്ല. ദൈവത്തിൻ്റെ ദയ തന്നെ വിട്ടുപോയി. അവൻ്റെ വാഗ്ദാനം ഇനി ലഭിക്കുകയില്ല. ദൈവം കൃപ കാണിപ്പാൻ മറന്നുപോയി. ദൈവം തൻ്റെ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞു. ഇതെല്ലാമാണ് ആസാഫ് വിഷാദമുള്ള ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ ലഭിച്ച കാര്യങ്ങൾ. തീർന്നില്ല. ആസാഫ് എല്ലാറ്റിനും ഒടുവിൽ സ്ഥാപിച്ചത് ഇപ്രകാരമായിരുന്നു: അത്യുന്നതൻ്റെ വലം കൈ വരുത്തിയ കഷ്ടതയാണ് തനിക്ക് നേരിട്ടിരിക്കുന്നത് എന്ന്. ഓർക്കുക, യഹോവ ആസാഫിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുമ്പോഴാണ് താൻ ഈ വിധം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ 11-ാം വാക്യത്തിലേക്ക് കടന്നപ്പോൾ ആസാഫിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നതിൽ തെറ്റില്ല. താൻ പറയുകയാണ്, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കുമെന്ന്. അതെ, കർത്താവിന് നമ്മോടും പറയുവാനുള്ളത് അതുതന്നെയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ഏതെങ്കിലും ഒരു അത്ഭുതം നാം ഓർത്താൽ നമ്മുടെ നിരാശ ഒളിക്കുകയും ഹൃദയം സന്തോഷവും സമാധാനമുള്ളതായി തീരുകയും ചെയ്യും. നമ്മേക്കാൾ ആരോഗ്യവും സമ്പത്തുമുള്ളവരും നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരുമായ എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. നമ്മേക്കാൾ പ്രതിസന്ധിയിലായിരിക്കുന്ന എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. നമ്മെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് സ്തുതിക്കാമെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയും നമ്മുടെ മനസ്സിനെ ഇടിക്കുവാൻ ഹൃദയവാതിലിൽ പതിയിരിക്കുന്ന ദുരാത്മാവ് പറന്നു പോവുകയും ചെയ്യുമ്പോൾ നിരാശയും വിഷാദവും അവനോടൊപ്പം പറന്നകലുകയും ദൈവിക സമാധാനത്താൽ നാം നിറയപ്പെടുകയും ചെയ്യും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആസാഫ് ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഒടുവിൽ താൻ ചില തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നു. ആവശ്യമില്ലാത്ത വ്യസനവും നിരാശയും ഹൃദയത്തിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് ദൈവമാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നത് എന്ന് പറയാതെ യഹോവയുടെ പ്രവൃത്തികളെ ഞാനിനി വർണ്ണിക്കും എന്ന തീരുമാനം താൻ എടുത്തു. ദൈവം തൻ്റെ ജീവിതത്തിലും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുവാൻ താൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ചെറുതും വലുതുമായ സകല പ്രവൃത്തികളെയും വർണ്ണിക്കുവാൻ താൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ക്രിയകളെക്കുറിച്ച് ചിന്തിക്കുവാൻ താൻ തീരുമാനിച്ചു. 76-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങളിലാണ് ആസാഫിൻ്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കും അപ്രകാരം നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഒടുവിൽ ആസാഫ് പറയുകയാണ് 77-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ കൂടി, ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുള്ളൂ? ആകയാൽ നമുക്കും വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെ താങ്ങുന്ന
നമ്മെ കരുതുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നൽകി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.